നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു ഒരു രഹസ്യം പറയണ കേട്ടില്ലേ? അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. റീഡ് ഇറ്റ്. 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മോസസിനോട് പറയുന്നു. ഈ പരിശുദ്ധി നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യണം. എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും, മക്കളില്ല, വീടില്ല, സങ്കടമാണ് എന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ നീ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ വേണ്ട സമയത്താണ് ഞാൻ നിനക്ക് തരണത്. നിനക്ക് പുത്രൻ ജനിക്കും, ഞാൻ വീണ്ടും നിന്നെ സന്ദർശിക്കാം എന്ന് എബ്രാഹത്തിനോട് പറയുമ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും പറയും ദൈവം, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത് അയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് പറയാൻ പറയുമ്പോൾ പറയും, ആയിരിക്കുന്നവൻ ഞാനാണ്, നീ എന്തിനാണ് എൻ്റെ പേര് ചോദിച്ചത്? പേരിൻ്റെ അപ്പുറത്താണ് ഞാൻ, ഒരു പേരിൽ ഒതുങ്ങാത്ത ആളാണ് ഞാനെന്ന് പറയും. എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു പേരിൽ ഒതുങ്ങണതാണ്. പേരിട്ടാൽ നമുക്കതിനെ ഒതുക്കാം, ഹാൻഡിയാകും. പക്ഷെ ഒരു പേരിൽ ഒതുങ്ങാൻ പറ്റാത്തവനാണ് എബ്രാഹത്തിനോട് പറയണത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി ശക്തി എന്ന് പറയണത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. അബ്രാഹത്തിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് മോസസിനോട് പറയണത്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഇടിവെച്ച് നീ ഒരുത്തനെ കൊന്നില്ലേ, നീ കൊലപാതകയുടെ ബ്രാൻഡഡ് കൊലപാതകയായി. പക്ഷെ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ണുവെച്ച് കൈവച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധനാകും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഹൊറേബിലേക്ക് വിളിക്കുമ്പോൾ പറയും, പഴയ കാലങ്ങൾ അങ്ങ് മാറുകയാണ്, ചെരുപ്പ് ഊരി വെച്ചേക്കുക. നീ നടന്നു വന്ന വഴികളിലൂടെ ചെരുപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്താണ് കാരണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ യാത്രയുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉടമ്പടി അങ്ങനെ ചെയ്ത് കൂട്ടും. വിശുദ്ധിയുടെ ജീവിതത്തിൽ 0 പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ ഇത്തിരി താമസിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഒരു ബോധപൂർവം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്ഡ്. പക്ഷെ അതിനൊരു മാനസികാവസ്ഥയും സത്യസന്ധതയും നമ്മൾ ഉടമ്പടിയോട് കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ കൂടെ ആയിരിക്കാനും ഒരു മറുകക്ഷിയായി നിന്നോട് ഒരു ഉഭയകക്ഷി ഉടമ്പടി ചെയ്യാൻ ആവശ്യമായ വിശുദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ, വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവ ഗേറ്റിലെ നെറ്റിൽ ഫ്ലോപ്പായി റഷ്യൻ മാതാവിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ ഇവൾ നടക്കേണ്ട വഴി ഇവൾക്ക് കാണിച്ചു കൊടുക്കും. അത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനങ്ങൾ ഒന്നാണ്. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എല്ലാ അധ്യയനത്തിലും ഞാൻ പറയും. കാര്യം ഓരോരുത്തർക്കും ഓരോ പുതിയ വഴികളല്ലേ കിട്ടണത്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നീ നടക്കേണ്ട വഴി ഒന്ന് പറഞ്ഞേ. നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതാണ് അത്. ആശയവും നടക്കേണ്ട വിധവും കൂടെ നടപ്പും ടോട്ടൽ പ്രോജക്റ്റ് ദൈവം ഏറ്റെടുക്കുകയാണ്.
അല്ല ഏതെങ്കിലും ഒരു വശമല്ല, എല്ലാം, എവരിത്തിങ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളുടെ ഇമെയിലിലേക്ക് ലിങ്ക് വരാൻ തുടങ്ങി. ആദ്യം വന്ന ലിങ്ക് പല പല ലിങ്ക്, യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. PhD എടുക്കണമല്ലോ, പല യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. അതിൽ ഇവക്കൊരു പരിചയമില്ലാത്ത യൂണിവേഴ്സിറ്റി ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സബ്ജക്റ്റ്. അപ്പോൾ ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്നൊരു ലിങ്ക് വരും. ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതിൽ 9 സീറ്റേ മറ്റേ ഉള്ളൂ ഇന്ത്യയിൽ. 15 സീറ്റുണ്ട്. ഇവിടേക്ക് കിട്ടാവുന്നത് 9 സീറ്റാണ്. 15 സീറ്റെന്ന് പറയുമ്പോൾ കുറേ സീറ്റൊക്കെ പോകുമല്ലോ. ആകപ്പാടെ ആ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ 15 സീറ്റേ ഉള്ളൂ. അതിൽ ഇവർക്ക് കയറാൻ പറ്റാവുന്നത് 9 സീറ്റേ ഉള്ളൂ. ഈ 9 സീറ്റ് നമ്മളെന്താ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവൾ എഴുതാതിരുന്നില്ല. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മമാരുടെ അതിനേക്കാൾ കുറച്ച് കടുത്ത പുള്ളിയാണ് ഈ യേശുവിൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഈ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇൻസ്പയർ ചെയ്ത് കൊടുക്കുന്നതിൽ അമ്മ ഒരു ഭയങ്കര സംഭവമാണ്. ഇവരോട് പറഞ്ഞു നീ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഇവൾ പറയും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് മാത്സും ഫിസിക്സും മാത്രമേ അറിയാൻ പാടുന്നു. ഇവളൊരു കാശുരൂപം കൊണ്ടുപോകും. കാശുരൂപം കൊണ്ടുപോയി ഇവൾക്ക് പരിചയമുണ്ട്. കാര്യം അപ്പൻ പണ്ട് ഇവൾ നെറ്റ് എഴുതി തോറ്റല്ല മാർക്ക് പറഞ്ഞപ്പോൾ ഗേറ്റ് എഴുതാൻ പോയപ്പോൾ ഇവൾ പരീക്ഷയ്ക്ക് ഡൗണായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവളുടെ അപ്പൻ പറഞ്ഞു മകളെ ഇതിരിക്കട്ടെ, മാതാവാണ് കൂടെ വരുമെന്ന് പറഞ്ഞ് ഉടമ്പടിക്ക് ആശീർവാദം കൊടുക്കും. പക്ഷെ ഉടമ്പടിക്ക് ആശീർവാദത്തിൽ നിന്ന് ഇവർക്ക് അഭിഷേകം കിട്ടിയതായി ഓർക്കുന്നുണ്ട്. ഇവിടെ അന്ന് മുതലാണ് ഈ ആകർഷിപ്പ് വരാൻ കാര്യം. അപ്പം കൊടുത്ത കാശ് രൂപം ഇവർക്ക് ആദ്യം അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അഭിഷേകം കിട്ടി, കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി, കാര്യങ്ങളുടെ സീരിയസ്നെസ്. അല്ലാത്തപ്പോഴിങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും ഓരോ കാര്യം ചെയ്ത് ഞാനും ചെയ്യുന്ന യാന്ത്രികമായിട്ട് അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ സത്യത്തിൻ്റെ ചില കോറിൽ അങ്ങോട്ട് മനസ്സുകൊണ്ട് തൊടാൻ തുടങ്ങി. ചെറിയ ഫീൽ ചെയ്യാൻ തുടങ്ങി, അതനുസരിച്ച് ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മെട്രോളജി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഉടനെ ഇവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ ഇവർ പരീക്ഷ ടെസ്റ്റിന് വിളിച്ചു. ടെസ്റ്റ് ഇവർ പഠിച്ച കാര്യങ്ങളല്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ട കാര്യം ഇവർ പഠിച്ചിട്ടുമില്ല. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കുമല്ലേ എപ്പോഴും ഉടമ്പടിയുടെ ഒരു എല്ലാ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെ ഇരിക്കും. നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടതായിരിക്കത്തില്ല നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാലും അമ്മ ഇവളോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. ആര്? പരിശുദ്ധ അമ്മ അവളോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. കാര്യം സീറ്റെല്ലാം ആരുടെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, ആകാശം ഭൂമിയും നിൻ്റേതാകുന്നു. അതാ ബോധം ക്രിസ്ത്യാനിക്ക് എപ്പോഴും, ക്രിസ്ത്യാനിക്കല്ല വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. കാര്യം ആരാണ് വിശ്വാസി ആരാണ് ക്രിസ്ത്യാനി നമുക്കറിയത്തില്ലല്ലോ. ഇവിടെ സാക്ഷ്യം പറയണം മുഴുവൻ അക്രൈസ്തവരാണ്, വലിയ കൊടിയ സാക്ഷ്യം പറയണം. ഇപ്പം നമുക്ക് ദൈവം നോക്കണത് പൂച്ച വെളുത്തതാണോ കറുത്താണോ എന്ന് നോക്കത്തില്ലല്ലോ, എലി പിടിക്കുവാന്നല്ലേ നോക്കത്തുള്ളൂ. ആർക്കാണ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവർ നോൺ ക്രിസ്ത്യൻ ആണോ എന്നല്ല, ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ആർക്കാണ് വിശ്വാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, അവൻ ഇൻകം ഉണ്ടാക്കും. അതെല്ലാം നോൺ ക്രിസ്ത്യൻ സാക്ഷി ഇടിവെട്ടാകാൻ കാര്യം അതല്ലേ. അവരങ്ങനെ വെട്ടിപ്പായിട്ട് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ 3 മണിക്ക് കുളിച്ചെഴുന്നേറ്റിരിക്കുകയാണ് പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം വേണ്ടി. നമ്മളവിടെ എങ്ങനെ പിടിച്ചിരിക്കണം അവിടെ മുമ്പ്? അതാണ് പ്രശ്നം. 5:30 എഴുന്നേറ്റാൽ മതി എന്ന് ഞാൻ പറയും. പക്ഷേ ഈ ചേച്ചിമാരെ ഇവിടെ അല്ലെങ്കിൽ പെങ്ങന്മാർ ഇവിടുന്ന് പോയച്ചും അവർ 7 മണിക്ക് എഴുന്നേക്കും വരെ, അപ്പം തന്നെ പണിയായി. പക്ഷേ ഇവിടെ ഉണ്ടൊരു ജാതി ക്രിസ്തുവിനെ ആദ്യം അറിഞ്ഞിട്ട് ക്രിസ്തു അവസാനത്തെ വാക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യമാണ് അറിഞ്ഞത്, പക്ഷെ അവളുടെ മനസ്സിരിക്കണ ക്രിസ്തു അവസാനത്തെ വാക്കാണ് എൻ്റെ ജീവിതത്തിലെന്നാണ്. ആണ് അവൾ 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുകയാണ്. എന്തിനാ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങണത്? പക്ഷേ ഇതാണ്. അപ്പം നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ആർക്കാണ്ടും വേണ്ടി ഒക്കാനിച്ചിട്ടൊരു കഥയുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സംഭവം ടേക്കനപ്പ് ചെയ്യണം. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യും, ഉടമ്പടി അങ്ങനെയാണ് കത്തണത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മീട്രോളജി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മീട്രോളജിയിൽ ഇവിടെ സബ്ജക്റ്റ് ഒന്നും ഇവർക്ക് അറിയത്തില്ല. ട്രോപ്പിക്കൽ മീട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖല തെക്കേ അമേരിക്ക അതുപോലെ ഈ ഉത്തരായനത്തിൽ കിടക്കുന്ന
രാജ്യങ്ങളിലേക്ക് കാലാവസ്ഥയില്ല. അതാണ് ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ട്രോപ്പിക്കൽ ഫുഡ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടില്ല, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെ കാലാവസ്ഥയിൽ എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് ഓഷ്യനോഗ്രഫി ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ എല്ലാ വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇവരുടെ സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതിൻ്റെ അകത്ത് 126 പേരിലെ കൂട്ടത്തിൽ ഇവർ, അതായത് 126ാമത്തെ നമ്പറിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിന് പേടിയാണ് ഇവർക്ക് ആദ്യം ഉണ്ടാകണം, കാര്യം ഇവരുടെ സബ്ജക്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട് കൊടുത്തതിന് ശേഷം 2:30 മണി വരെ, 12 മണിക്ക് സ്ലോട്ട് കൊടുക്കും, 2 മണി വരെ വെയിറ്റ് ചെയ്യും. 2 മണി വരെ ഇവരിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. ആ സ്പേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ വർക്കിംഗ് കണ്ടീഷൻ നോക്കണം. കാരണം ഇവരെ ഈ മീട്രോളജി യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത്, സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് അവർക്ക് 12:30 തൊട്ട് റെഡിയാകാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ 12:30 കഴിഞ്ഞ് 1 മണിയായി, 1:30, 2 ഇവരെ വിളിക്കണില്ല. ഇവരവിടെ ഇരിക്കുകയാണ്. ഇവർ മുരഞ്ഞു കുത്തി കൊതുകിനെ അടിച്ചിരിക്കുകയല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വ്യത്യാസം. എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവർ മാത്തമാറ്റിക്സ് ആണെങ്കിൽ കറക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ് അവർ. ആ ടൈം വളരെ സുന്ദരമായിട്ട് കഴിയും. വാട്സപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു കോമഡിയും കണ്ടേക്കാന്ന് പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ വെച്ച് പോകും. ഇത് ആ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള സീരിയസ് വിഷയമാണത്. അവരാ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഈ വിശ്വാസ പ്രമാണമാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും അസുഖമായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് വീടുകളിലെങ്ങും പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കളെ കണ്ടുപിടിച്ച് അവർക്ക് സ്കൂളിലേക്ക് ഫീസ് കൊടുക്കുകയും, പിന്നീട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെല്ലും. പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുത്തെ പത്രം കടകളിലും വഴിയിൽ കൂടി പോകുന്നവർക്കും പള്ളികളിലുമായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ദൈവം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിനു ബെന്നി. ഞാൻ പാതിരപ്പള്ളിയിൽ വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവ് കാസർഗോഡ് ജില്ലയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ട് കിട്ടാനില്ലായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 1 വർഷം തികഞ്ഞപ്പോൾ പുള്ളി പോലും അറിയാതെ തന്നെ ഒരാഴ്ചയ്ക്കകം ആലപ്പുഴ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഇവിടെ വന്ന് ഇപ്പോൾ ജോലിക്ക് പോവുകയും ചെയ്യുന്നു. 10 മണിക്കൂർ കൊണ്ടായിരുന്നു കാസർഗോഡ് വരെ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് പോകാൻ ആയിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവൻ കഴിഞ്ഞ വർഷം SLCക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നന്നായി പഠിച്ചുകൊണ്ട് വന്ന്, എന്നായാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഓണപരീക്ഷയുടെ മുൻപായിട്ട് ആ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എനിക്ക് സ്കൂൾ മാറണം, ക്ലാസ് മാറണം, ഇരിക്കുന്ന ബെഞ്ച് മാറണം, അങ്ങനെ പല പല കാരണങ്ങൾ പറയാൻ തുടങ്ങി. എന്താ ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. അങ്ങനെ ഇവരെ ഞാൻ കൊണ്ടുവരികയും അച്ഛനെ കൊണ്ട് തലക്കുടിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് പിറ്റേ ദിവസം തുടങ്ങി അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി സ്കൂളിൽ പോകാൻ തുടങ്ങുകയും ചെയ്യും. നല്ല മാർക്കോടുകൂടെ അവൻ SLC പാസ് ചെയ്യുകയും ചെയ്തു. അവൻ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച വിഷയത്തിന് +1 അഡ്മിഷൻ കിട്ടുകയും ഇപ്പോൾ സ്കൂളിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു.
പിന്നെ ഒരു ഓർഫനേജിൽ ചില മാസങ്ങളിൽ പറ്റുന്ന ഇതിൽ സാമ്പത്തിക സഹായം ചെയ്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി പത്രം വണ്ടാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ മാസവും കൊടുക്കുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റോസ്മേരി ജോർജ്. ഞാൻ ദുബായ് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ കേരളത്തിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്. 2018 ജൂൺ 13 മുതൽ ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി എടുത്ത് കൃപാസനം മാതാവിനോട് ചേർന്ന് ജീവിക്കുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും 3 മക്കളും അടങ്ങുന്ന കുടുംബം. മക്കളുടെ മക്കളുമായിട്ട് എനിക്ക് 8 കൊച്ചു മക്കളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ദുബായിൽ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടിയിലൂടെ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൻ്റെ കൈപ്പുസ്തകം എനിക്ക് എൻ്റെ സിസ്റ്ററിലോ തന്ന് ഞാൻ വായിച്ചാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നത്. ഇതിനു മുമ്പും ഞാൻ ഈ അൾത്താരിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഞാനിവിടെ പറയുമ്പോൾ യോഹന്നാൻ 3:16 കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ എല്ലാം ആത്മാവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആത്മാവ് നിത്യതയിലേക്ക് എത്തിച്ചേരുവോളം കർത്താവ് നമ്മുടെ കൂടെ, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ട്. 2023 ഏപ്രിൽ 14 ഞാനും ഹസ്ബൻഡും കൂടി ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. മെഡിക്കൽ ചെക്കപ്പ് നടത്തി കഴിഞ്ഞ് അതിൻ്റെ തലേ ദിവസം, ചെക്കപ്പ് പിറ്റേ ദിവസം 15 രാത്രി എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഭയങ്കര ചെസ്റ്റ് പെയിനും ബാക്ക് പെയിനും വന്നു. വളരെ സീരിയസ് ആണെന്ന് കണ്ട് എമർജൻസിയിൽ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ പോകുന്ന സമയം വരെ ഞാൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിനും ബാക്ക് പെയിനും വന്നു. ഉടനെ പേസ് മേക്കർ വെച്ചിട്ടുള്ളതായതുകൊണ്ട് നേരെ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ എമർജൻസിയിൽ അവരെന്നോട് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊരു ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പറഞ്ഞു ഈ അച്ഛന് ഒത്തിരി സീരിയസ് ആണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പൊട്ടാസ്യം ഭയങ്കര ഹൈ ആണ്. എമർജൻസിയിൽ ICUയിലേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, കാരണം ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് മക്കളെ വിവരം അറിയിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു വെരി സീരിയസ് ആണ്, ഈ ഹാസ് ഗോട്ട് എ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു. എപ്പോഴും കഴുത്തിൽ നിന്ന് ഒരിക്കലും ഉത്തിരിയുമോ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും മാറ്റാതെ ജപമാല ഇട്ട് എപ്പോഴും മധ്യസ്ഥം ജപമാല പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ICUയിൽ നിന്ന് 3-ാം ദിവസം ഡിസ്ചാർജ് ചെയ്യാനായിരിക്കുമ്പോൾ ശരീരം മുഴുവനും നീര് വന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേർക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം വരുന്നത്, അതുപോലെ ശരീരത്തിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എഡിമയാണ്, ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് BP ഡൗണായി. അപ്പോൾ BP ഡൗൺ ആയതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു 4 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലും വീടുമായിട്ട് അധിക സമയം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വലത് കാലിലൊരു വലിയ ബ്ലിസ്റ്റർ വന്നു. ഡയബറ്റിക് ന്യൂറോപ്പതി, ഹാർട്ടിന് 2-3 ബ്ലോക്ക്, അതുപോലെ തന്നെ പേസ് മേക്കർ, ഇങ്ങനെയെല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഈ കാലിൽ പെട്ടെന്ന് നീര് വന്നു. അതൊരു വലിയ ബബിള് പോലെ വന്നു. അപ്പോൾ ഒരു പോഡിയാട്രി ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് അത് കുത്തി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കാലിൻ്റെ 4 വിരലിൻ്റെ ആ തൊലി മൊത്തം അങ്ങ് പുറത്തേക്ക് പോയി. ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട് അത് ഹീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. വേഗം കാലിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 ബ്ലോക്ക് ഉള്ളതുകൊണ്ട്, കാർഡിയാക് പ്രോബ്ലം ഉണ്ട്, പേസ് മേക്കർ ഉള്ളതുകൊണ്ട് ആ സർജറി ഭയങ്കര ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. കാലിൽ ഇത് ചെയ്യാനായിട്ട് ആൻജിയോപ്ലാസ്റ്റി
പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കാശുരവും പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞാനും മക്കളും എല്ലാവരും ഉടമ്പടി പ്രാർത്ഥനയിൽ ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് കാലിൻ്റെ സർജറി സുഖപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ആൾക്ക് കാലിലെ ആ മുറിവ് ഉണങ്ങാതെയായി. അത് വലിയൊരു മുറിവായി. എന്നും ആ മുറിവ് കഴുകി കെട്ടണമായിരുന്നു. പിന്നീട് സ്ലോലി ആൾ വീൽ ചെയറിലേക്കായി. ആളുടെ രോഗം ഒന്നിനു പറയും വല്ലാത്ത രോഗത്തിലേക്ക് ആൾ വളരെ വീക്കായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആൾക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യണം. അത് ഹ്യൂമോഡയാലിസിസ് അല്ല. ഹ്യൂമോഡയാലിസിസ് ചെയ്യുമ്പോൾ ആളുടെ ബ്ലഡ്, ആളുടെ BP ഡൗൺ ആവും. അതുകൊണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യണം. അതിന് വേറൊരു സർജറി ചെയ്യണം. അപ്പോൾ ആ സർജറിയും ക്രിട്ടിക്കലായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഒരു സർജറി ചെയ്ത് വയറ്റിലൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ആ വയറ്റിലേക്ക് ഒരു പ്രത്യേക മെഡിസിൻ അത് ഫില്ല് ചെയ്തിട്ട് അത് 4 മണിക്കൂർ കഴിഞ്ഞ് അത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പക്ഷെ ഞാൻ തന്നെയാണ് ദൈവത്തിൻ്റെ എനിക്ക് 100% ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ തന്നെയേ ശുശ്രൂഷിക്കുകയുള്ളൂ എന്ന്. ഹസ്ബൻഡിനെ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെയാണ്. ICU കിടക്കുമ്പോൾ ഹസ്ബൻഡ് എന്നെയേ വിളിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കും ഞാൻ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു നേഴ്സല്ല, പക്ഷേ എങ്കിൽ കൂടി അത്രയും കാര്യങ്ങളൊക്കെ ഈശോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ പെരിറ്റോണിയൽ ഡയാലിസിസ് എല്ലാം ക്രിട്ടിക്കലായിരുന്നപ്പോഴും അത് ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കാലിലെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. കാലിൽ ഇൻഫെക്ഷൻ കൂടി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വലത് കാലിലെ 4 വിരൽ ആംപ്യൂട്ട് ചെയ്യണമെന്ന്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ആ കാലിൽ തൈലം പുരട്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാല് സുഖപ്പെടുത്തി തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് എല്ലാ കൊല്ലവും ഇവിടെ ഈ ജപമാല റാലി നടക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ ഞാൻ കൃപാസനം ദുബായിൽ ഞാൻ വരും. ആ റാലിക്ക് വേണ്ടി മാത്രം വന്ന് റാലി കൂടി തിരിച്ചു പോകും. കാരണം പരിശുദ്ധ അമ്മയുമായിട്ട് അത്രയ്ക്കൊരു ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടായിരുന്നു. ഞാൻ ദൈവം അതിന് ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമ്മയെ ഞാൻ ഒത്തിരി മുറുകെ പിടിക്കുമായിരുന്നു. അപ്പോൾ ഈ റാലി ഈ കഴിഞ്ഞ 2023 റാലിയുടെ ദിവസം എനിക്ക് പോരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിനെ വിട്ടിട്ട് പോരാൻ പറ്റില്ലായിരുന്നു. പക്ഷേ കർത്താവ് അതെല്ലാം ക്രമീകരിച്ചു. ഞാൻ ഈ റാലിക്ക് വന്നു. റാലിയുടെ സമയത്തൊക്കെ ഞാൻ നടക്കുമ്പം പ്രാർത്ഥിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് സുഖപ്പെടുത്തി തരണം എന്നായിരുന്നു. പ്രിയപ്പെട്ട അത് കഴിഞ്ഞ് ഞാൻ ആ റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രാത്രിയിൽ ഞാൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്ത് അപ്പോഴേക്കും ഞങ്ങളൊരു മെഷീൻ വാങ്ങിച്ചു. ആ മെഷീൻ കണക്ട് ചെയ്ത് കിടത്തിയാൽ 12 മണിക്കൂർ ഈ ഡയാലിസിസിന് എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു മുളവുകാട് പള്ളിയിലെ അൾത്താര കാണാൻ എനിക്ക്. ഞാൻ അൾത്താരയിലേക്ക് നോക്കിന്ന് ഈ ഡയാലിസിസ് കണക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, നീ അൾത്താരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ? നീ വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നവനല്ലേ? നീ വെള്ളത്തിൻ്റെ മേൽ നടന്നു വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരുപാട് വിശ്വാസമായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് സുഖപ്പെടുത്തുമെന്ന്. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ആരാ ഇപ്പം ഇവിടെ വന്നേന്ന് ചോദിച്ചു. രാത്രിയിലാണ്, ഒരു 10 മണിയായിപ്പോൾ. അപ്പോൾ ഒരു റിലവൻ്റ് അല്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നോട് വീണ്ടും ചോദിച്ചു, ആരാ ഇപ്പം ഇവിടെ വന്നേ? അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ആരും വന്നില്ലല്ലോ, നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ആ ഈശോയുടെ അൾത്താരയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഈശോ വന്ന് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ആളൊന്നും മിണ്ടിയില്ല. വെളുപ്പിന് 3 മണിക്ക് ഡയാലിസിസ് തീരുന്ന സമയമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പോഡിയാട്രി സർജറിക്ക് 10 ദിവസമേ ഉള്ളൂ വിരൽ ആംപ്യൂട്ട് ചെയ്യാനായിട്ട്. പോഡിയാട്രി വേണ്ട, സർജറി ഒന്നും വേണ്ട, എനിക്ക് പുതിയ കാല് തരാമെന്ന് ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, സുഖപ്പെടുത്തും, മാതാവ് സുഖപ്പെടുത്തും, നമുക്ക് സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ സർജറിക്ക് വേണ്ടിയിട്ട് ആൾ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മക്കൾ 3 പേരും ദുബായിൽ നിന്ന് വന്നു. അതൊരു വലിയ സർജറി ഒന്നും അല്ല, പക്ഷേ ഡാഡിക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പിള്ളേർ വന്നു. ആ സർജറിയുടെ അതിനിടയ്ക്ക് ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിലെ യൂക്കറിസ്റ്റിക് മിനിസ്റ്ററായിരുന്നു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയോട് വലിയ സ്നേഹമായിരുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും ജീവിതത്തിൽ മുറുകെ പിടിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഓൺലൈനിൽ കുർബാന കാണും. പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അടുത്തുള്ള ദേവാലയത്തിൽ നിന്ന് ഒരു അച്ഛനെ ഈശോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന തരാനായിട്ട് അയക്കുമായിരുന്നു.